എന്നോട് അതേ പറഞ്ഞത് ഞാൻ ജംഗ്ഷനൊക്കെ വന്നാൽ മതി എനിക്ക് തന്നു വരില്ലേ ഞാൻ വീണാൽ തന്നെ ഞാൻ ഒറ്റ നീക്കാൻ പോലും കഴിയൂല ഒക്കെ വെച്ച് വരണം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. മുഹമ്മദ് ഷാമിൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട 13 വയസ്സുകാരൻ സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്ന് പറയുന്ന മാരക രോഗം പിടിപെട്ടുകൊണ്ട് ശരീരം തളരുന്ന അവസ്ഥയിലേക്കാണ്. വളരെ കൃത്യമായി ഞാൻ പറയുന്നു, പണമില്ലാത്തതിന്റെ പേരിൽ ഷാമിൽ മോന്റെ കണ്ണീര് മലപ്പുറത്തിന്റെ മണ്ണിൽ വീഴാൻ പാടില്ല. അവസ്ഥയാണിത്. ഞാൻ എടുത്തിട്ട് വേണം വണ്ടിമൊക്കെ കയറ്റിയിട്ടാണ് സ്കൂൾക്ക് കൊണ്ടുപോകലൊക്കെ. അതിനൊരു ഒറ്റക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ എടുത്ത് കയറ്റിയിട്ട് വണ്ടിമ കയറ്റിയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഇനി അവനെ വണ്ടിമെന്ന് ഒറ്റയ്ക്ക് അവന് ഇറങ്ങാനും കഴിയില്ല. അതും വേണം ഞാൻ തന്നെ സഹായിക്കണം. ഇങ്ങനെയാണ് ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുവരൽ. വണ്ടിമേൽ ഞാൻ കൊണ്ടുവരലാണ്. ഇവിടുന്ന് ഒറ്റയ്ക്ക് പോലും ഇറങ്ങാനും നടക്കാനൊന്നും കഴിയില്ല. വണ്ടിമേൽ ഞാൻ എടുത്തിട്ട് താഴത്തേക്ക് വെച്ചിട്ട് വേണം ഞാൻ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോകാൻ. ഈ പ്രിയപ്പെട്ട പൊന്നുമോന്റെ കണ്ണീർ പണമില്ലാത്തതിന്റെ പേരിൽ മലപ്പുറത്തിന്റെ മണ്ണിൽ വീണാൽ, പ്രിയപ്പെട്ടവരെ, ആ കണ്ണീര് വീണാൽ നമുക്കൊരിക്കലും ഒരു കാലത്തും നമുക്ക് സമാധാനം കിട്ടില്ല. അസ്സലാമു അലൈക്കും. എൻ്റെ അമ്മ വിളിച്ചത് കണ്ടിട്ട് എനിക്കതിനെ സങ്കടം വരുന്നുണ്ട്. ഇപ്പൊ നടക്കാൻ കഴിയുന്നില്ല. സഹായിക്കണം. എനിക്ക് വീണാൽ നീക്കാൻ പോലും കഴിയൂല. ഇറങ്ങി പുറപ്പെടണം. 75 ലക്ഷം രൂപ ഒരു കൊല്ലം ഈ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ചികിത്സക്ക് ആവശ്യമാണ്. 4 കൊല്ലം ചികിത്സ നടത്തണമെങ്കിൽ 3 കോടി രൂപ. 1 രൂപ എടുക്കാൻ കഴിയാത്ത ഈ കുടുംബം എന്തു ചെയ്യും പ്രിയപ്പെട്ടവരെ? ഞാനിപ്പം പറയുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലെ മുതുവല്ലൂർ പഞ്ചായത്തിലെ മുതുപ്പറമ്പിലെ 13 വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് ഷാമിൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നു മോന് നിങ്ങളുടെ കരുണ വേണം, നിങ്ങളുടെ സഹായം വേണം. SMA എന്ന് പറയുന്ന സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്ന് പറയുന്ന അപൂർവങ്ങളിൽ അപൂർവമായ രോഗം പിടിപെട്ട് ഈ പ്രിയപ്പെട്ട പൊന്നു മോനെ തളർത്തി കളഞ്ഞിരിക്കുകയാണ്. ശരീരത്തിന്റെ താഴേക്ക് ഒരു ചലനവുമില്ലാതെ, പരസ്പര സഹായമില്ലാതെ ഈ പ്രിയപ്പെട്ട പൊന്നുമോന് നടക്കാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ടവരെ, ഈ മുതുപ്പറമ്പിലെ പാമ്പോടൻ സേനുദ്ദീൻ എന്ന് പറയുന്ന പ്രവാസിയായിട്ടുള്ള പ്രിയപ്പെട്ടവന്റെ പൊന്നുമോനാണ് ഈ മുഹമ്മദ് ഷാമിൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവൻ. ഇനി ഈ പ്രിയപ്പെട്ടവന്റെ ജീവൻ അപകടത്തിലാണ്. വളരെ ദയനീയമായി അവന്റെ ഓരോ ചലനങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല രൂപത്തിൽ നിന്നിരുന്ന ആ പ്രിയപ്പെട്ടവൻ ഇന്ന് എല്ലുകൾ വളഞ്ഞ് പ്രയാസത്തിലേക്ക് പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ, ഈ പ്രിയപ്പെട്ടവന് ചികിത്സ നൽകാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, ഇവന് കൃത്യമായ ഡോസ് മരുന്ന് നൽകാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള ഇവന്റെ ജീവൻ രക്ഷ ഡോസ് മരുന്ന് നൽകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവനെ മുന്നിൽ നിർത്തി ഞാൻ പറയുന്നു, ഇവന്റെ ജീവൻ അപകടത്തിലാണ്. ഇവൻ മരണപ്പെട്ടു പോകും. അവന് 75 ലക്ഷം രൂപയുടെ ആദ്യ ഡോസ് ദിവസങ്ങൾക്കകം നൽകണം പ്രിയപ്പെട്ടവരെ. 3 കോടി രൂപ 4 വർഷത്തെ ചികിത്സയ്ക്ക് നമ്മൾ അടിയന്തരമായി സമാഹരിക്കണം. എന്നോട് പറയാണ്, എമ്മച്ചി നിങ്ങൾക്ക് ഇന്ന പള്ളിയുള്ള സമയത്തെങ്കിലും അസുഖണ്ടോ നോക്കിക്കൂടെ, എനിക്ക് ഇങ്ങനെ അസുഖമായി ഇവിടെ റൂമിൻ്റെ ഉള്ളിൽ നിൽക്കൂലേ എമ്മച്ചി, നമുക്ക് കൊന്നൂടെ എമ്മച്ചേ പള്ളേന്നൊക്കെ പറഞ്ഞപ്പോ ഓന് വരുന്നതും പോണതും ഒക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമാണ് വരുന്നത്. ഞങ്ങൾ പീട്ടിക്കൊക്കെ പോകുമ്പോൾ ഓനെ അങ്ങനെ നോക്കിക്കോ, ഓനിക്കില്ല ആഗ്രഹങ്ങളൊക്കെ, ചാടി കളിക്കണം, ഓടണം എന്നൊക്കെ ആഗ്രഹങ്ങളില് കഴിയണ എല്ലാവരും ഷാമിലിനെ സഹായിക്കും. കൊണ്ടുവരുന്നതും ഇറക്കണമൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ കാണുമ്പോൾ ഭയങ്കര സങ്കടം വരും. അവൻ്റെ അസുഖം മാറണം, അതിനെല്ലാവരും സഹായിക്കണം. പണ്ട് ഇതിൽ കൂടെ ഒക്കെ മണ്ടി നടന്ന കുട്ടിയാണ്, പക്ഷെ ഇപ്പോൾ ഇവിടെ വീൽ ചെയറിൽ ഇരിക്കുകയാണ്. അപ്പം എല്ലാവരും സഹായിക്കണം. ഞങ്ങൾ നെഞ്ചു പൊട്ടിയാണ് പറയുന്നത്, ഞങ്ങളുടെ ഷാമിൽ മോനാണ്, നിങ്ങൾ സഹായിക്കണം. നമ്മൾ ഓരോരുത്തർ ഓരോ രൂപ വെച്ച് സംഭരിച്ചാലും ഇവന്റെ രോഗത്തിനുള്ള പൈസ നമുക്ക് സഹകരിക്കാവുന്നതാണ്. ചികിത്സക്ക് ആവശ്യമാവുന്ന ഭീമമായ ഒരു സംഖ്യ സ്വരൂപിക്കപ്പെടണം. അതുകൊണ്ട് എല്ലാ പ്രസ്ഥാന ബന്ധുക്കളും മറ്റ് ആളുകളൊക്കെ ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഈ കുട്ടിൻ്റെ ചികിത്സക്ക് ആവശ്യമാവുന്ന സഹായത്തിലേക്ക് വേണ്ട സഹായങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം പ്രത്യേകമായി ഉണർത്തുന്നു. എല്ലാ സഹായങ്ങളും എല്ലാ ഉദാരമതികളും ചെയ്തു കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ആ കാര്യങ്ങൾ ഷമീർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു. എല്ലാവരുടെയും സഹായങ്ങളുണ്ടായി ഇതിനെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഷാമിലിൻ്റെ അസുഖത്തെ അള്ളാഹു ഭേദപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഇതിന് സഹകരിക്കണമെന്ന തങ്ങളുടെ ആഹ്വാനം ശിരസ വഹിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ അപേക്ഷിക്കുകയാണ്. കൗമാരത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് നാട്ടുകാരെല്ലാം കൂടി ഏറ്റെടുത്തിട്ടുള്ളത്. ആ മഹാദൗത്യത്തിന് MLA എന്നുള്ള നിലയ്ക്ക് ഞാനും ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റെല്ലാ ജനപ്രതിനിധികളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മതജാതി ചിന്തകൾക്ക് അതീതമായി ഒരുമിച്ച് ചേരുന്നു. സാമ്പത്തിക സ്രോതസ്സില്ലാത്തതിൻ്റെ പേരിൽ ഒരു പൊന്നുമോൻ്റെ ആരോഗ്യം ക്ഷയിച്ചു പോകുന്നത് കാണുമ്പോൾ വലിയ സങ്കടമുണ്ട്. ഒരിക്കലും സങ്കടപ്പെടരുത് കേട്ടോ, ഒരിക്കലും സങ്കടപ്പെടരുത്. നിങ്ങൾ എല്ലാവരും ഇറങ്ങിയാൽ, കേരളത്തിൽ ഇത് കാണുന്ന ഒരുപാട് സംഘടനകളും പ്രിയപ്പെട്ട ആളുകളും ഒന്നിറങ്ങിയാൽ മലപ്പുറം ജില്ലയിലെ ഏത് മുക്കിലും മൂലയിലും വരാൻ ഞാൻ റെഡിയാണ്. ഭിക്ഷ യാചിക്കാൻ ഞാൻ തയ്യാറാണ്, ഞാൻ യാചന നടത്താൻ ഞാൻ തയ്യാറാണ്, എന്റെ ആരോഗ്യം മാറ്റിവെക്കാൻ ഞാൻ തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് കൂടെ നിന്ന് തന്നാൽ മതി, നിങ്ങളൊന്ന് കൈ ചേർത്ത് പിടിച്ചാൽ മതി. ഈ പ്രിയപ്പെട്ട പൊന്നുമോനെ രക്ഷപ്പെടുത്താനുള്ള വലിയ പോരാട്ടം മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് മുതുവല്ലൂരിൽ മുതുപ്പറമ്പിൽ ഈ പൊന്നുമോൻ ഇങ്ങനെ പ്രയാസത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ പ്രിയപ്പെട്ടവന്റെ ജീവൻ രക്ഷിക്കാൻ പൊന്നുമോനെ ജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് നല്ല രൂപത്തിൽ സ്കൂളിൽ പോവാനും ആരോഗ്യത്തോടുകൂടി ചങ്ങായിമാരോടൊപ്പം സ്കൂളിൽ പോവാനും ഒരു അവസരം നൽകാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സഹായിക്കണം. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, ലോകരക്ഷിതാവായ നാഥനെ ഓർത്തുകൊണ്ട് നിങ്ങളെ മുന്നിൽ യാചിക്കുകയാണ്. പ്രിയപ്പെട്ട ഷാമിൽ മോനെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ സർവാത്മന പിന്തുണ നൽകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. മുതുവല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ബാബുരാജ് ആണ്. എൻ്റെ പഞ്ചായത്തിലെ 2ാം വാർഡിലെ പാമ്പോടൻ സൈനുദ്ദീൻ എന്നവരുടെ മകൻ മുഹമ്മദ് ഷാമിലിൻ്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, സ്പോർട്സിനാണെങ്കിൽ അതീവ താല്പര്യമുള്ള കുട്ടിയാണ്. നാട്ടുകാരെ കൊണ്ട് മാത്രം ഈ ഒരു വലിയ സംഖ്യ പിരിക്കാൻ സാധിക്കാത്തത്